എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും നിങ്ങൾ തമ്മിനെ കണ്ട പോലെ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം 7 ലാലേട്ടൻ്റെ തീപാറും പ്രേമോയെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് പറയാനുണ്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിൻ്റെയും ഷെയർ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ സാധാരണ വീഡിയോസൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ അടിപൊളി ഒരു പ്രേമോയെ കുറിച്ചിട്ട് പറയാൻ വന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഇപ്പം തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണും. റിവ്യൂ പറയുന്നവരൊക്കെ പറഞ്ഞു കാണും. എന്നാലും എൻ്റെ സൈഡായിട്ട് പറയാൻ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. പക്ഷേ ഒരു കാര്യം, ഇതൊക്കെ നടന്നാൽ കൊള്ളാം എന്നൊന്നും പറയാം. അപ്പം ലാലേട്ടൻ ഇങ്ങനെ ഒരു മുണ്ടൊക്കെ എടുത്ത് വരികയാണ്. അപ്പം ഇങ്ങനെ കുറേ കാർഡുകൾ ഇറക്കുന്ന ആൾക്കാരുണ്ട്. വിക്ടിം കാർഡ്, കരച്ചിൽ, പിഴിച്ചിൽ, സേഫ് കോർണർ, സേഫ് ഗെയിം, അങ്ങനെ കുറേ കാർഡുകൾ ഇറക്കുന്ന കുറേ ആൾക്കാർക്കുള്ള പണിയായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. ലാലേട്ടൻ എനിക്കറിയത്തില്ല, ഇതൊക്കെ നടക്കുമല്ലോ എന്നറിയത്തില്ല. സോറി, ഞാൻ എന്നത്തെ പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം രസിപ്പിക്കാൻ വന്നവർ വെറുപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അത് ലാലേട്ടൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫാൻസ് കാർഡ് ഇറക്കാൻ വരുന്നവരോടും പറയുന്നുണ്ട്, നിങ്ങൾ അടങ്ങിയിരുന്നോളൂ. അതുപോലെ തന്നെ വിക്ടിം കാർഡ് എടുക്കുന്നവർക്ക്, സേഫ് ഗെയിം കളിക്കുന്നവർക്ക്, അങ്ങനെ കുറേ ഉള്ളവർക്കെല്ലാം 8ൻ്റെ പണിയല്ല 7ൻ്റെ പണി തരാനാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് പറയുന്നുണ്ട്, സേഫ് കാഷ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഫേക്ക് കാർഡ്, കരച്ചിൽ കാർഡ്, അങ്ങനെ എന്തൊക്കെയോ കാർഡ് ഉള്ളവർക്ക് എന്തൊക്കെയും പറയുന്നുള്ളൂ. എല്ലാവർക്കും 7ൻ്റെ പണി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ അതിനോട് സ്വന്തം ലാലേട്ടനും ഇട്ട് പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് മേക്കേഴ്സിനും ഇട്ട് പണിയുന്നുണ്ട്. നിങ്ങളുടെ ഇത് ബലൂണ് പൊട്ടിച്ച് കളിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ ഗെയിമാണ് കൊടുക്കുന്നത്. അപ്പം ബിഗ് ബോസ് മലയാളം 7 വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് സൂക്ഷിച്ചു കൊള്ളുക. ഇതുപോലൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7ൻ്റെ 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും ഒക്കെ പണി വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഗെയിം ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഗെയിമിനെ കുറിച്ചിട്ടാണ്. അവർ അടിപൊളി ഗെയിം, നമ്മൾ സാധാരണ ഗെയിം ആയിരിക്കത്തില്ല, വളരെ ഗെയിം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് 4 ഫസ്റ്റിൽ ഇങ്ങനെ ഒരു സാധനത്തിൽ ഇത്ര നേരം ഇരിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടറും റോബിനും അവരും എല്ലാം കൂടി ഇരുന്നിട്ട് കുറേ എത്ര നേരം കൂടുതൽ ഇരിക്കുന്ന ആൾക്കാർ വിന്നറാകുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് ബാത്റൂമിൽ പോലും പോകാതിരുന്നിട്ടുള്ളൊരു ഗെയിം. ആ ടൈപ്പിലുള്ള ഗെയിമുകൾ വരാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബിഗ് ബോസ് ഹിന്ദിയിലായാലും ഹിന്ദിയിലൊക്കെ വന്നിട്ട് മറ്റേ എങ്ങനെ പറയുക, ഈ കാറിൽ ഇരുന്നുകൊണ്ട് ഇത്ര നേരം ഇരുന്ന് കാറിലിരിക്കുക, ഇത്ര മണിക്കൂർ കാറിലിരിക്കുക, ആ ടൈപ്പിലൊക്കെ ഗെയിം വരാനാണ് ചാൻസസ് എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇരുന്ന് കഴിയുമ്പോൾ മടുക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റത്തില്ല, ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് 4 തോന്നി ഏറ്റവും കൂടുതൽ അങ്ങനത്തെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബക്കറ്റ് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഗെയിം, ആ ടൈപ്പ് ഗെയിമുകളൊക്കെ വരാൻ ചാൻസസ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം ഞാൻ കേട്ടത് പുതിയൊരു സംവിധായം, പുതിയ ആളെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പം ലാലേട്ടൻ്റെ ഇത്രയും നാളും ലാലേട്ടൻ നെഗറ്റീവ് ആയിരുന്നു പ്രേമോയെക്കുറിച്ചും, അതും ഇതിലെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് ലാലേട്ടൻ്റെ സൂപ്പർ പ്രേമോയാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ തന്നെ അത് കാണാനുള്ളൊരു പ്രസരിപ്പ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ, ഈ പറഞ്ഞതുപോലെയൊക്കെ ഇവർ നടന്നാൽ, മോനെ ഈ ബിഗ് ബോസ് 7 ഒരു വെടിവേട്ട് സാധനമായിരിക്കും. വെടിവേറ്റ് അടിപൊളി സാധനമായിരിക്കും. ഇത് ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു സീസണായിരിക്കും. അപ്പം ലാലേട്ടന് വളരെയധികം താങ്ക് യു ഉണ്ട്. ലാലേട്ടൻ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ വീക്കെൻഡിൽ വരുമ്പോഴും ഞായറാഴ്ച വരുമ്പോൾ ഇതുപോലെ തന്നെയൊക്കെ പ്രവർത്തിച്ച് സൂപ്പറായിട്ട് നിന്ന് കളിച്ചാൽ അടിപൊളിയായിരിക്കും. ലാലേട്ടനായാലും കുറച്ചൊക്കെ ജനങ്ങളുടെ പറയുന്ന അനുസരിച്ച് അവിടെ ചെന്നിട്ട് ഞായറാഴ്ച നീ ഇന്ന് കാണിച്ച് ശരിയല്ല, ജനങ്ങൾ പറയുന്നതെന്ന് പറയാം. അവർക്കത് മനസ്സിലാവും. എന്നാലും അവർ കളം മാറ്റി കളിക്കാൻ ചാൻസസ് ഉള്ളൂ. എന്ന് വെച്ചാൽ തുറന്ന് പറയണമെന്നല്ല, കളം മാറ്റി കളിക്കാൻ ചാൻസസ് ഉള്ളൂ. ജനങ്ങളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറയുന്നുണ്ട് ജനങ്ങൾ അയച്ച നല്ല കാര്യങ്ങൾ മാത്രം, ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ് അങ്ങനത്തെ അല്ല. ജനങ്ങൾ ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട്
നെഗറ്റീവ് പറഞ്ഞെങ്കിൽ ഓരോ വീക്കിലും ഏതൊക്കെ കണ്ടസ്റ്റന്റാണ് നെഗറ്റീവ് സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർ കളം മാറ്റാൻ ചാൻസ് ഉണ്ട്. കളം മാറ്റുമ്പോൾ അവിടെ ഒരു അടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ എനിക്ക് ടൈമല്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഓഫ് ദിവസങ്ങളിലായിരിക്കും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എനിക്കിത് ചൂടോടെ ചെയ്യണമെന്ന് തോന്നി. കാണുന്നവരൊക്കെ കാണുക, കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പം ലാലേട്ടൻ്റെ അടുത്ത പ്രമോ വരാം. ഇനി പ്രമോ എനിക്കൊന്ന് കുറച്ച് ദിവസം കൂടെ അല്ലേ, 2-3 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് സ്പീഡായിട്ട് വരും. എനിക്കിത് കോമണേഴ്സിനെ വിളിച്ചു പോലും അറിയത്തില്ല. ഇങ്ങനെ വിളിച്ചു തുടങ്ങി കാണും. ഇപ്പം ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത എന്നെയും വിളിച്ചേനെ എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പം എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.